Hello friends, Technique in Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനും അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഈ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൻ്റെ കുറച്ചധികം പ്രത്യേകതകളുണ്ട്. വളരെ അഫോർഡബിൾ ആയ ഒരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇതിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ പലരും നമ്മളോട് ഈ ചാനലിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺ ഏതാണ് മേടിക്കാനുള്ളത് പല സെഗ്മെൻറ്റിൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി വീഡിയോയും ചെയ്തായിരുന്നു നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നോൺ ചൈനീസ് ആണ്. അപ്പോൾ ചൈനീസ് ബേസ്ഡ് കമ്പനി അല്ല ഇത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡും 2 വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിയൻ്റെ ഏറ്റവും പുതിയ ഡിവൈസായ നോക്കിയ C3 ആണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് അനൗൺസ് ചെയ്ത 7499 രൂപയ്ക്കാണ് ഈ ഫോണിന് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 GB ഓഫ് റാമാണ് വരുന്നത്. 3 GB റാം വേരിയൻറ്റിന് 8999 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നോക്കിയ C3. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു HD+ IPS LCD പാനല, 5.99 ഇഞ്ചസ്, പിന്നെ 3040 mAh കപ്പാസിറ്റി ബാറ്ററി, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്, പിന്നെ ഒരു 8 മെഗാ റിയർ ക്യാമറ, ഫ്രണ്ട് ക്യാമറ 5 മെഗാ ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് യൂണിസോക്ക്, അതായത് സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു പ്രോസസ്സർ ബ്രാൻഡ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. SC9863A എന്ന് പറഞ്ഞ ഒരു ഒക്ടോകോ പ്രോസസ്സറാണ്. ഇപ്പോൾ അത് യൂണിസോക്ക് എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ പ്രോസസ്സറാണ് വരുന്നത്. ഇതൊരു ഒക്ടോകോ പ്രോസസ്സറാണ്. ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റും സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് നോക്കാം. അപ്പോൾ നോക്കിയൻ്റെ എല്ലാ ബോക്സിനും പോലെ തന്നെ ഇതിനും വരുന്നത് നോക്കിയ C3 എഴുതി കാണാം. സ്പെക്സ് എല്ലാം തന്നെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മൾ നോർമൽ രീതിയിൽ അൺബോക്സ് ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് അൺബോക്സ് ചെയ്യാം. ബോക്സിനകത്ത് വരുന്നത് ഡിവൈസാണ്. അപ്പോൾ ഡിവൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളറാണ് വരുന്നത്. നല്ലൊരു ഫിനിഷാണ്, കണ്ടില്ലേ, വളരെ നല്ലൊരു ഭംഗിയുള്ളൊരു ഫിനിഷാണ്. ഒരു 8 മെഗാ ക്യാമറ, LED ഫ്ലാഷും, ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, പിന്നെ നോക്കിയൻ്റെ ലോഗോയും കാണാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് കീ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണുന്നത് ഒരു പവർ ബട്ടണും വോളിയം കീസുമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനലാണെങ്കിൽ ഒരു ഫ്രണ്ട് ക്യാമറയും നോക്കിയൻ്റെ ബ്രാൻഡിങ്ങും കാണാം. ഫ്രണ്ടിൽ ടോപ്പ് പാനലിൽ ഒരു 3.5mm ഓഡിയോ ജാക്കും, ബോട്ടം സെക്ഷനിൽ മൈക്രോ USB ചാർജിങ് പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പറയുകയെങ്കിൽ. ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബാക്ക് പാനൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ആക്ച്വലി ബാക്ക് പാനൽ റിമൂവ് ചെയ്യുന്നൊരു ഫോൺ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ബാക്ക് പാനൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ബാറ്ററീൻ്റെ ഏരിയ ആക്ച്വലി റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഇടാം. അതിന് മുമ്പേ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരും നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ് വരുന്നത്. 5 വോൾട്ട് 1 ആംപിയർ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിനുള്ള. പിന്നെ എന്തൊക്കെയാണ് കൂടി നോക്കാം. പിന്നെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ കാണാം, പ്രൊഡക്റ്റ് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ഞാൻ നോക്കട്ടെ സാർ വാല്യൂ കൊടുത്തിട്ടുണ്ടോ ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു 3040 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ഇരിക്കുന്നത്. ബാറ്ററി നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. അതിനു മുമ്പ് ബാക്കിയുള്ള സേഫ്റ്റി ഇൻഫർമേഷൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ഡുവൽ സിം കാർഡും ഒരു SD കാർഡ് സപ്പോർട്ടും ഉണ്ട്, ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതുകൊണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ 0.533 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 5.99 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ടച്ച് റെസ്പോൺസ് ആക്ച്വലി നല്ല സ്മൂത്താണ്, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി ആക്ച്വലി നല്ലതാണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, ഒരു 7500 രൂപയ്ക്ക് വേണ്ട ഒരു ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് കാണാം. നമുക്ക് നല്ല ടച്ച് റെസ്പോൺസാണ്, വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിലും കുഴപ്പമില്ല. ആക്ച്വലി കളേഴ്സ് വളരെ വൈബ്രൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പൊതുവേ ഡിസ്പ്ലേയിൽ കോസ്റ്റ് കട്ടിങ് കാണാം. പക്ഷേ ഇവിടെ കോസ്റ്റ് കട്ടിങ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നോച്ചല്ല, റെഗുലർ ഡിസ്പ്ലേ ആണ്, മുകളിലും താഴെയും ബെസൽസ് ഉള്ള ഡിസ്പ്ലേ ആണ്. അതാണ് ഇതിൻ്റെ കോസ്റ്റ് കട്ടിങ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി ആസ്വദിച്ച് നല്ലതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്നത്. ഞാൻ ജസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെയിൻ UI. അപ്പോൾ നിങ്ങൾക്ക് കാണാം വേറെ ആപ്സും ഒന്നും തന്നെ ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് കണ്ടില്ലേ, വളരെ സ്റ്റോക്ക് അല്ലെങ്കിൽ ബേസിക് ആപ്സ് മാത്രമേ ഉള്ളൂ. സിസ്റ്റം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ, അഡ്വാൻസ്ഡിൽ പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കാണാം ആൻഡ്രോയിഡ് 10 ലേറ്റസ്റ്റ് വേർഷനാണ്. 2 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും അപ്ഡേറ്റ്സും ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 11 കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. പല ഫോണിലും ആൻഡ്രോയിഡിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത സമയത്താണ് നമുക്ക് നോക്കിയ ഇങ്ങനത്തെ ഒരു നല്ലൊരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് നല്ലൊരു ഓപ്ഷൻ തരുന്നത്. അപ്പോൾ നല്ല ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. വളരെ യൂസ്ഫുള്ളായ ഒരു UI ആണ്. കാരണം ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾഡ് ആപ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആപ്പും തന്നെ ബ്ലോട്ട്വെയർസ് എന്ന് പറയാനില്ല. ആകെ യൂട്യൂബ് മ്യൂസിക്കും ഫേസ്ബുക്ക് ആപ്പും മാത്രമേ പ്രീ ഇൻസ്റ്റാൾഡുള്ളൂ. ബാക്കി ഒന്നും തന്നെ ഇല്ല. വളരെ മിനിമലിസ്റ്റിക് UI ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ ടോഗിൾസ് നോക്കി കഴിഞ്ഞാലും കാണാം വളരെ മിനിമലിസ്റ്റിക് ആയ UI ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നോക്കിയ C3ൻ്റെ വിശേഷങ്ങൾ. അതായത് സോഫ്റ്റ്വെയർ വളരെ ഒരു മിനിമലിസ്റ്റിക് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ ഇഷ്ടപ്പെടും. പിന്നെ ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അതേപോലെ തന്നെ റിയർ ക്യാമറയാണെങ്കിൽ 8 മെഗാ പിക്സൽ, ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ ഒരു 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറേൻ്റെ കാര്യത്തിൽ വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. എന്നാലും കുറച്ച് സാമ്പിൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പോൾ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് നമ്മൾ അധികം തന്നെ ക്യാമറയിലോട്ട് മുൻതൂക്കം കമ്പനിയും കൊടുത്തിട്ടില്ല. എങ്കിലും ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. പിന്നെ ഇതിനകത്ത് 3040 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് എക്സ്പീരിയൻസ് കിട്ടും. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ 2 ഒന്ന് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. അതേപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറയുക. പിന്നെ നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺ വേണ്ടവർക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നല്ലൊരു ഓഫറിംഗ് ആണ് നോക്കിയ C3. നിങ്ങൾക്ക് കണ്ടില്ലേ വളരെ നല്ല ഡിസൈൻ. ഇൻഫാക്ട് ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. ഈ മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ്. ഒരു മാറ്റ് ഫിനിഷ് മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ. പിന്നെ സ്ലിം ആയ ഒരു ഫോം ഫാക്ടറും 3.5 മെമ്മറി ജാക്കും അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയാണ് നോക്കിയ C3. അപ്പോൾ ഇതായിരുന്നു നോക്കിയ C3ൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓൺ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.